നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശികളായ രൂപേൽ, രാഹുൽ, ആലിം എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ കെട്ടിടം നിലം പതിച്ചു. കടകൾ പൂട്ടിപ്പോയതിനാൽ വലിയ അപകടം ഒഴിവായി. ആശയക്കുഴപ്പം നീങ്ങി. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി തന്നെയെന്ന് സ്ഥിരീകരിച്ച അധികൃതർ. ആശയക്കുഴപ്പമുണ്ടാക്കിയ സർക്കുലർ തൃശൂർ ഡിഇഒ പിൻവലിച്ചു. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ ദുഃഖ്രാന തിരുനാൾ ജൂലൈ 3-നും തർപ്പണ തിരുനാൾ ജൂലൈ 12, 13 തീയതികളിലും ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വിദ്യാർത്ഥികളില്ലാതെ പ്രവർത്തനം പ്രതിസന്ധിയിലായ കടവല്ലൂർ പഞ്ചായത്തിലെ അറയ്ക്കൽ MUMLP സ്കൂളിന്റെ പ്രവർത്തന പുനരാരംഭത്തിന് നടപടികൾ തുടങ്ങി. പഞ്ചായത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് തുടർ നീക്കങ്ങൾ. വാർത്തകൾ വിശദമായി. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞുവീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശികളായ രൂപേൽ, രാഹുൽ, ആലിം എന്നിവരാണ് മരിച്ചത്. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ഇവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തു. വെള്ളിയാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. കൊടകര ടൗണിൽ തന്നെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന പഴയ ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത്. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിൽ 17 പേരാണ് താമസിച്ചിരുന്നത്. തൊഴിലാളികൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഇറങ്ങുന്നതിനിടെയാണ് ഇടിഞ്ഞു വീണത്. ശബ്ദം കേട്ട് ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. സേഫായിട്ടുള്ള ബിൽഡിങ്ങിൽ എങ്ങനെ താമസിക്കുന്നു, ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പരിശോധിക്കാനാണ് നമ്മളത് പരിശോധിക്കും. ഇതുകൂടാതെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ കെട്ടിടം നിലം പതിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 സംഭവം. വടക്കാഞ്ചേരി റോഡിൽ കളത്തിൽ ടൂറിസ്റ്റ് ഹോമിന് എതിർവശത്തുള്ള കാലപ്പഴക്കം ചെന്ന ഇരുനില കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഭാഗവും 2ാം നിലയുടെ മുൻവശവുമാണ് നിലം പതിച്ചത്. ഭിത്തികൾ പൊളിഞ്ഞ് കെട്ടിടത്തിന് മുൻവശത്തെ നടപ്പാതയിലേക്ക് വീഴുകയായിരുന്നു. ഈ സമയം നടപ്പാതയിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി. കെട്ടിടത്തിന് മുകളിൽ ടൈലറിംഗ് ഷോപ്പും വസ്ത്രങ്ങൾ വാടകയ്ക്കു നൽകുന്ന കടയുമാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ കടകൾ അടച്ച് ആളുകൾ പോയി 20 മിനിറ്റ് കഴിഞ്ഞാണ് അപകടം സംഭവിച്ചത്. താഴത്തെ നിലയിൽ 4 കടകളാണ് പ്രവർത്തിക്കുന്നത്. ഈ കടമുറികൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട്. അപകടം നടക്കുന്ന സമയം കാറ്റോ മഴയോ ഉണ്ടായിരുന്നില്ല. കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാകാം തകരാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കുന്നംകുളം സ്വദേശികളായ 2 സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസ് സംഭവസ്ഥലത്തെത്തി. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് നഗരസഭാ അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചു. ആശയക്കുഴപ്പം നീങ്ങി. തൃശൂർ ജില്ലയിൽ ശനിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി തന്നെ. ജൂൺ 28-ന് തൃശൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് മാത്രം പ്രവൃത്തി ദിനമായി നിശ്ചയിച്ച് ഡിഇഒ സർക്കുലർ ഇറക്കിയിരുന്നു. ഇത് തൃശൂർ റവന്യൂ ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രവൃത്തി ദിനമായി നിശ്ചയിച്ചതായി പ്രചരിപ്പിച്ചതായാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയത്. ഇതോടെ മറ്റ് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളും വിഷയത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. പിന്നീട് തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ പ്രഖ്യാപിച്ച പ്രവർത്തനദിന ഉത്തരവ് ഡിഇഒ പിൻവലിക്കുകയായിരുന്നു. ജില്ലയിൽ കനത്ത മഴ സാധ്യത നാളെയും തുടരുന്നതിനാൽ ശനിയാഴ്ച ക്ലാസ് വെക്കേണ്ടതില്ലെന്ന് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളതിനാൽ കത്ത് പിൻവലിക്കുന്നതായാണ് പുതിയ സർക്കുലറിൽ ഉള്ളത്. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ ദുഃഖ്രാന തിരുനാൾ ജൂലൈ 3-നും തർപ്പണ തിരുനാൾ ജൂലൈ 12, 13 തീയതികളിലും ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 3 വ്യാഴാഴ്ച ദുഃഖ്രാന തിരുനാൾ ദിവസം രാവിലെ 6:30 മുതൽ വൈകിട്ട് 4 മണി വരെ ദിവ്യബലി ഉണ്ടാകും. രാവിലെ 7:30 തളിയക്കുളത്തിൽ നിന്നുള്ള കൊടിയേറ്റ പ്രദക്ഷിണത്തിനു ശേഷം ദുഃഖ്രാന ഊട്ട് ആരംഭിക്കും. 1,00,000 പേർക്കുള്ള ഊട്ടുസദ്യയാണ് ഒരുക്കുക. 9:30 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കു ശേഷം എമിരറ്റസ് മെൽബൺ രൂപത ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ തിരുനാൾ കൊടിയേറ്റം നടത്തും. ജൂലൈ 4 മുതൽ 11 വരെ വൈകുന്നേരങ്ങളിൽ 5:30 ആഘോഷമായ നവനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, വിവിധ ദിവസങ്ങളിലായി കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കലാപരിപാടികളും ഉണ്ടായിരിക്കും. ജൂലൈ 11 വെള്ളിയാഴ്ച വൈകിട്ട് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മത്തിനു ശേഷം നൃത്ത അരങ്ങേറ്റമുണ്ടാകും. ജൂലൈ 12 ശനിയാഴ്ച രാവിലെ 8 മുതൽ വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, വൈകിട്ട് 5:30 ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ ശുശ്രൂഷ, തുടർന്ന് വർണ്ണമഴയുമുണ്ടായിരിക്കും. രാത്രി 10 മണിക്ക് അമ്പ്, വള, ശൂലമെഴുന്നള്ളിപ്പ് പള്ളിയിൽ സമാപിച്ചതിനുശേഷം
ബാൻഡ് വാദ്യ സംഗമം നടക്കും. 13-ാം തീയതി ഞായറാഴ്ച തർപ്പണ തിരുനാൾ ദിവസം രാവിലെ 6:30 ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം 2 മണിക്ക് തളിയക്കുളത്തിൽ ആഘോഷമായ സമൂഹ മാമോദിസ ഉണ്ടായിരിക്കും. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4:30 ദിവ്യബലി, തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് വർണ്ണമഴയും മെഗാ ബാൻഡ് മേളവും ഉണ്ടായിരിക്കും. ജൂലൈ 14 രാവിലെ 6:30 മരിച്ചവർക്കു വേണ്ടിയുള്ള ദിവ്യബലി ഒപ്പീസ് ഉണ്ടായിരിക്കും. അന്നേ ദിവസം വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെ പാലാ കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻ പണങ്ങാടൻ, ഇടവക ട്രസ്റ്റി ചാക്കോ പുലിക്കോട്ടിൽ, ജനറൽ കൺവീനർ ഷാജു ടി ജെ, തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത്, പബ്ലിസിറ്റി കൺവീനർ ജോബ് ഇലവത്തിങ്കൽ, PRO ജെഫിൻ ജോണി, തീർത്ഥകേന്ദ്രം പബ്ലിസിറ്റി കൺവീനർ CT ജോസ് എന്നിവർ പങ്കെടുത്തു. എല്ലാ വർഷവും നമ്മളുടെ പാലിയൂര് മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ജൂലൈ 3-ാം തീയതി തോമാസ് ശ്ലീഹായുടെ ദുക്രാന തിരുനാളും അതിനുശേഷം വരുന്ന മുപ്പട്ടി ഞായറാഴ്ച, അത് ഈ വർഷം ജൂലൈ 12, 13 തീയതികളിൽ തർപ്പണ തിരുനാളും ആഘോഷിക്കുകയാണ്. കടപ്പുറം മണത്തല മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘം കോർബാങ്ക് സംവിധാനത്തിലേക്ക്. സംഘത്തിന്റെ നവീകരിച്ച ഓഫീസിന്റെയും കോർബാങ്ക് സംവിധാനത്തിന്റെയും നിക്ഷേപത്തിന്റെയും ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് KM അലി അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് കോർബാങ്കിന്റെയും ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണത്തിന്റെയും വൈസ് ചെയർമാൻ KK മുബാറക് ദിനനിക്ഷേപത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസർ PN നിഖിൽ, MR രാധാകൃഷ്ണൻ, AA ശിവദാസൻ, PS അശോകൻ, VV വിബീഷ്, KS നാരായണൻ, പ്രസന്ന വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളില്ലാതെ പ്രവർത്തനം പ്രതിസന്ധിയിലായ കടവല്ലൂർ പഞ്ചായത്തിലെ അറയ്ക്കൽ MUM LP സ്കൂളിന്റെ പ്രവർത്തന പുനരാരംഭത്തിന് നടപടികൾ തുടങ്ങി. പഞ്ചായത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് തുടർ നീക്കങ്ങൾ നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, AEO A മൊയ്തീൻ, ചൊവ്വന്നൂർ BRC അധികൃതർ, ജനപ്രതിനിധികൾ, സ്കൂൾ മാനേജർ എന്നിവർ ചേർന്ന് യോഗം നടത്തി. കടവല്ലൂർ പഞ്ചായത്തിലെ ആദ്യ സ്കൂളായ MUM LP സ്കൂളിൽ നിലവിൽ ഒരൊറ്റ വിദ്യാർത്ഥി പോലും പഠിക്കാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന 7 വിദ്യാർത്ഥികൾ ഈ വർഷം വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങി പോയതോടെയാണ് വിദ്യാർത്ഥികളില്ലാത്ത സ്കൂളായി അറയ്ക്കൽ സ്കൂൾ മാറിയത്. അധ്യാപക ബാങ്കിൽ നിന്ന് നിയമിച്ച ഒരു അധ്യാപിക ദിവസവും സ്കൂളിലെത്തുന്നുണ്ട്. 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സ്കൂളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ CCTV വാർത്തയാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് അധികൃതരുടെ ഇടപെടൽ. ഈ വർഷം നിഷേധിച്ച ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വീണ്ടെടുക്കുകയാണ് ആദ്യ നടപടി. ഇതിനായി സ്കൂൾ കെട്ടിടം നവീകരിക്കണം. സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ ഉടമ പണികൾ നടത്താതിരുന്നത്. അധികൃതരുടെ ഇടപെടൽ മൂലം പ്രവൃത്തികൾ നടത്താൻ ഉടമ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്കും നവീകരണം നടത്തി പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ. AT സ്റ്റീഫൻ അർബൻ ബാങ്ക് ചെയർമാൻ. UDFിലെ ചേരിപ്പോരിനെ തുടർന്ന് ചെയർമാനായിരുന്ന KD വീരമണിയെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഐ ഗ്രൂപ്പും മുസ്ലിം ലീഗും അടക്കം 9 ഭരണസമിതി അംഗങ്ങളാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് യോഗത്തിനെത്തിയത്. A ഗ്രൂപ്പിന്റെ 6 പേരെത്തിയില്ല. 15 പേരാണ് ഭരണസമിതിയിലുള്ളത്. വൈസ് ചെയർമാൻ RA അബൂബക്കർ AT സ്റ്റീഫന്റെ പേര് നിർദ്ദേശിച്ചു. അരവിന്ദൻ പല്ലത്ത് പിന്താങ്ങി. മുൻ പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റാണ് AT സ്റ്റീഫൻ. സൈക്കിൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് പുതിയ സൈക്കിൾ വാങ്ങി നൽകി മാതൃകയായി PTA കമ്മിറ്റി. പുഴിക്കള സ്വദേശി മാമ്പുള്ളി ഷാജിയുടെ മകൻ വിഷ്ണുവിന്റെ സൈക്കിളാണ് ആൽത്തറ ഗോവിന്ദപുരം ക്ഷേത്ര പരിസരത്ത് നിന്ന് മോഷണം പോയിരുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിഷ്ണു എന്നും ആൽത്തറ സെന്ററിൽ സൈക്കിളിൽ വെച്ചാണ് അഞ്ഞൂരിലുള്ള ട്യൂഷൻ സെന്ററിലേക്ക് പോകാറുള്ളത്. ബുധനാഴ്ച രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് സൈക്കിൾ കാണാതായത്. സമീപമുള്ള കടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സൈക്കിൾ മോഷണം പോയതായി മനസ്സിലാക്കിയത്. വിഷ്ണുവും സുഹൃത്തുക്കളും ചേർന്ന് സമീപമുള്ള ആക്രിക്കടയിലും മറ്റും അന്വേഷണം നടത്തിയെങ്കിലും സൈക്കിൾ കണ്ടുകിട്ടിയില്ല. തുടർന്നാണ് വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയത്. ഏറെ ആഗ്രഹിച്ച് പണം സ്വരുക്കൂട്ടി വെച്ച് വാങ്ങിയ സൈക്കിൾ നഷ്ടപ്പെട്ടതിന്റെ മനോവിഷമത്തിലായിരുന്നു വിഷ്ണു. ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഷാജിയുടെയും രാജശ്രീയുടെയും മകനായ വിഷ്ണു തിരുവളയന്നൂർ സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വിഷ്ണുവിന്റെ സൈക്കിൾ മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സമാന രീതിയിൽ മോഷണം നടത്തുന്ന മറ്റ് ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആൽത്തറ, വടക്കേക്കാട്, ചാവക്കാട് മേഖലകളിലായി സ്ഥിരം സൈക്കിൾ മോഷണം നടത്തുന്ന ആളാണ് എന്നാണ് സൂചന.
അതേസമയം വിഷ്ണുവിന്റെ സങ്കടം മനസ്സിലാക്കി തിരുവളയന്നൂർ സ്കൂൾ PTA പ്രസിഡന്റ് ബിജു പള്ളിക്കര, വടക്കേക്കാട് സ്വദേശി VM മുസ്തഫ എന്നിവർ ചേർന്ന് പുതിയ സൈക്കിൾ വാങ്ങി. അടുത്ത സ്കൂൾ പ്രവൃത്തി ദിവസം സ്കൂളിൽ വെച്ച് വിഷ്ണുവിന് സൈക്കിൾ കൈമാറും. കണ്ടാണിശ്ശേരി മുനിമട പരിസരത്ത് മാലിന്യം വലിച്ചെറിഞ്ഞവർക്ക് പിഴ. പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന 15-ാം വാർഡ് മുനിമടയ്ക്കടുത്ത് MSUP സ്കൂളിന്റെ പരിസരത്തായി കറുത്ത പ്ലാസ്റ്റിക് കവറിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതായി കണ്ടെത്തി. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദ പരിശോധന നടത്തിയതോടെയാണ് തൃശൂർ ടൗൺഹാൾ കേന്ദ്രീകരിച്ച് PACL വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച യോഗത്തിലെ ഭക്ഷണാവശിഷ്ടങ്ങളാണ് അലക്ഷ്യമായ രീതിയിൽ വലിച്ചെറിഞ്ഞതായി കണ്ടെത്തിയത്. ലഭിച്ച തെളിവുകളിൽ നിന്ന് ശേഖരിച്ച ഫോൺ നമ്പറുകളിലും മേൽവിലാസങ്ങളിലും അന്വേഷണം നടത്തി. സംഘാടകർക്കെതിരെ കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം സെക്ഷൻ 219N, 219AC പ്രകാരം പിഴ ചുമത്തുവാൻ പഞ്ചായത്ത് അധികാരികൾക്ക് നിർദ്ദേശം നൽകി. പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്സി, ബിജു VL, TS ശരത്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് KV വിനീത എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിൽ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സർവേയെക്കുറിച്ച് പഠിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിലെ മുതിർന്ന IAS ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം എടക്കഴിയൂർ വില്ലേജ് ഫീൽഡ് സന്ദർശനത്തിന് എത്തുന്നു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് സംഘമെത്തും. രാജ്യത്തെ 23 സംസ്ഥാനങ്ങളിൽ നിന്നായി സർവേയറും റവന്യൂവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിൽപ്പെട്ട മുതിർന്ന IAS ഉദ്യോഗസ്ഥരെയും മറ്റുദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി 25 മുതൽ 28 വരെ സംസ്ഥാന സർക്കാർ ഡിജിറ്റൽ സർവേ നാഷണൽ കോൺക്ലേവ് നടത്തുന്നതിന്റെ ഭാഗമായാണ് ഫീൽഡ് സന്ദർശനം ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി രാജന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്ന വില്ലേജുകളിൽ ഫീൽഡ് സന്ദർശനവും നടത്തുന്നുണ്ട്. ജില്ലയിൽ എടക്കഴിയൂർ വില്ലേജിലാണ് ഫീൽഡ് സന്ദർശനം നടത്തുന്നത്. 10 പേരടങ്ങുന്ന സംഘത്തെ 11 മണിക്ക് ജില്ലാ കളക്ടർ, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, സർവേ സൂപ്രണ്ട് എന്നിവരും പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്ന് സ്വീകരിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് എടക്കഴിയൂർ ഡിജിറ്റൽ സർവേ ക്യാമ്പ് സന്ദർശിക്കുന്ന സംഘത്തെ പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ മെമ്പർമാർ, മറ്റ് ജനപ്രതിനിധികൾ, സർവേ റവന്യൂ ജീവനക്കാർ എന്നിവർ ചേർന്ന് സ്വീകരിക്കുകയും ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡ് സന്ദർശിക്കുകയും ചെയ്യും. പഴഞ്ഞിയിൽ മലമ്പാമ്പിനെ പിടികൂടി. പഴഞ്ഞി പട്ടിത്തടം റോഡിലുള്ള മണ്ടുമ്പാൽ സൈസന്റെ വീട്ടുമുറ്റത്താണ് വ്യാഴാഴ്ച രാത്രി മലമ്പാമ്പിനെ കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് എരുമപ്പെട്ടി വനം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാമ്പ് സംരക്ഷകൻ അഷ്റഫ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി കാട്ടിൽ തുറന്നുവിട്ടു. മഴക്കാലത്ത് ഇഴജന്തുക്കൾ വീടിനകത്ത് പ്രവേശിക്കാൻ സാധ്യത കൂടുതലാണെന്നും ജാഗ്രത പാലിക്കണമെന്നും അഷ്റഫ് പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ പ്രഥമ വൈസ് ചെയർമാനും മാധ്യമപ്രവർത്തകനുമായിരുന്ന വീട്ടിക്കിഴി ഗോപാലകൃഷ്ണന്റെ 21ാം ചരമവാർഷികം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. വീട്ടിക്കിഴി ഗോപാലകൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാരം ചന്ദ്രിക ചാവക്കാട് ലേഖകൻ റാഫി വലിയകത്തിന് നൽകി. പൊതുപ്രവർത്തകനുള്ള പാലിയത്ത് ചിന്നപ്പൻ സ്മാരക പുരസ്കാരം നായർ സമാജം ജനറൽ സെക്രട്ടറി V അച്യുതക്കുറുപ്പിനും സഹകാരിക്കുള്ള AP മുഹമ്മദുണ്ണി സ്മാരക പുരസ്കാരം മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ MK അപ്പുവിനും നൽകി. ഗുരുവായൂർ നഗരമേഖലയിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വീട്ടിക്കിഴി ട്രസ്റ്റ് പ്രസിഡന്റ് R രവികുമാർ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, റൂറൽ ബാങ്ക് ചെയർമാൻ C ഗോപപ്രതാപൻ, അർബൻ ബാങ്ക് ചെയർമാൻ AT സ്റ്റീഫൻ, P ഗോപാലൻ, അരവിന്ദൻ പല്ലത്ത്, OKR മണികണ്ഠൻ, KPA റഷീദ്, R ജയകുമാർ, ലിജിത്ത് തരകൻ, PI സൈമൺ, നിഖിൽ G കൃഷ്ണൻ, ശശി വാറനാട്ട് എന്നിവർ സംസാരിച്ചു. SSF വടക്കേക്കാട് ഡിവിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സാഹിത്യോത്സവ് ജൂൺ 28, 29 തീയതികളിൽ അണ്ടത്തോട് ഷുജാഇ നഗറിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നയൂർക്കുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ സ്റ്റേജിതര മത്സരങ്ങളോടെ സാഹിത്യോത്സവിന് തുടക്കമാകും. 8 വേദികളിലായി വിവിധ വിഭാഗങ്ങളിൽ 183 മത്സര ഇനങ്ങളിൽ 400ഓളം വിദ്യാർത്ഥികൾ 2 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കും. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് സ്വാഗത സംഘം കോർഡിനേറ്റർ പെർഫ്യൂം കുഞ്ഞുമോൻ ഹാജി സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. 29-ന് കാലത്ത് 10 മണിക്ക് കഥാകൃത്തും നിരൂപകനുമായ P സുരേന്ദ്രൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. SJM വടക്കേക്കാട് റേഞ്ച് പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി പ്രാർത്ഥന നടത്തുന്ന പരിപാടിയിൽ SSF വടക്കേക്കാട് ഡിവിഷൻ സെക്രട്ടറി ഹാഷിം സാദി ചെമ്മണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തും. സ്വാഗത സംഘം ചെയർമാൻ സിദ്ദിഖ് മാസ്റ്റർ പാപ്പാളി അധ്യക്ഷത വഹിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും.
സമസ്ത കേന്ദ്ര മുഷാവറാംഗം വെൺമേനാട് ഉസ്താദ് പ്രാർത്ഥന നടത്തുന്ന വേദിയിൽ അൻസാർ സഖാഫി അണ്ടത്തോട് അധ്യക്ഷത വഹിക്കും. IMK ഉസ്താദ് കല്ലൂർ നസ്വിഹത്ത് നടത്തും. SSF തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അനസ് ചേലക്കര സന്ദേശ പ്രഭാഷണം നടത്തും. സയ്യിദ് ഫലൽ നെയ്മി അൽ ജിഫ്രി വടക്കൂട്ട് ഫലപ്രഖ്യാപനം നടത്തുന്ന വേദിയിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ആത്മീയ പരവതാനിയിലൂടെ ദേശനിർമ്മാണത്തിനുതകുന്ന വിദ്യാർത്ഥി തലമുറയുടെ സൃഷ്ടിപ്പാണ് ഇത്തരം സാഹിത്യോത്സവങ്ങൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് വടക്കേക്കാട് ഡിവിഷൻ സെക്രട്ടറിമാരായ ഹാഷിം സഅദി വടക്കേക്കാട്, അൻഷാഫ് ഫാദിലി, ഫായിസ് അൽ ഹിക്മി, സ്വാഗത സംഘം ഫിനാൻസ് സമിതി അംഗം അഫ്സൽ അഞ്ഞൂർ തുടങ്ങിയവർ അറിയിച്ചു. നമ്മുടെ പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് കലയും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള പല വിഷയങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അവർക്ക് പുതിയൊരു മാറ്റം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. 400ഓളം വിദ്യാർത്ഥികൾ വരുന്ന ഈ ഒരു പരിപാടിയിൽ എല്ലാ അർത്ഥത്തിലും 160ഓളം പ്രോഗ്രാമുകളാണ് നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രഗത്ഭരായിരിക്കുന്ന MLA, അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ, അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള പ്രമുഖർ എല്ലാം പങ്കെടുക്കുന്ന ഒരു കലാവേദിയും കൂടിയാണ് ഈ സാഹിത്യോത്സവം 2025. കോട്ടപ്പുറം ചെങ്ങഴി നമ്പ്യാർ ബ്രാഹ്മണ ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സമൂഹ ഉപനയനം സംഘടിപ്പിച്ചു. പഴവൂർ ശ്രീ അയ്യപ്പൻകാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് പൂങ്കുന്നം രാമസ്വാമി വാദ്യാർ കാർമ്മികത്വം വഹിച്ചു. സമിതി പ്രസിഡന്റ് KS രാജീവ്, കമ്മിറ്റി അംഗം KT ലക്ഷ്മണൻ എന്നിവർ സഹകാർമ്മികരായി. പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ സഹധർമ്മിണി ഷീല രാമചന്ദ്രൻ ഗുരുവായൂരിലെ പൈതൃക മന്ദിരം സന്ദർശിച്ചു. അവരോടൊപ്പം അനുജത്തി മീന മേനോനും ഉണ്ടായിരുന്നു. മന്ദിരത്തിലെത്തിയ ഇവരെ പൈതൃകം ഭാരവാഹികൾ ശ്രീകൃഷ്ണ പ്രതിമ നൽകി സ്വീകരിച്ചു. വിഷ്ണുപാദവും ഗുരുവായൂർ കലണ്ടറും ഉപഹാരമായി നൽകി. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി മധു K നായർ, കൺവീനർമാരായ മണലൂർ ഗോപിനാഥ്, ശ്രീകുമാർ P നായർ, ജയൻ K മേനോൻ, AK ദിവാകരൻ, രവി വട്ടരങ്ങത്ത്, ഹരിദാസ് മാമ്പുഴ, PT ചന്ദ്രൻ, ബിജി ഉപ്പുങ്ങൽ എന്നിവർ സംബന്ധിച്ചു. TN നമ്പൂതിരി സ്മാരക അവാർഡ് നാടക കലാകാരൻ ബാബു വൈലത്തൂരിന്. ജൂലൈ 5-ന് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് പുരസ്കാര സമർപ്പണം നിർവഹിക്കും. 1991 മുതൽ ആരംഭിച്ച TN നമ്പൂതിരി അവാർഡ് ലഭിക്കുന്ന 35ാമത്തെ കലാകാരനാണ് ബാബു വൈലത്തൂർ. സ്വാതന്ത്ര്യസമര സേനാനി, CPI നേതാവ്, ട്രേഡ് യൂണിയൻ സംഘാടകൻ, നാടകനടൻ, സംവിധായകൻ എന്നീ നിലകളിൽ കലാസാംസ്കാരിക രംഗത്തെ പ്രോജ്വല പ്രവർത്തകനായിരുന്നു TN നമ്പൂതിരി. K ദാമോദരൻ രചിച്ച പാട്ടബാക്കിയുടെ ദൃശ്യാവിഷ്കാരമൊരുക്കിയ ബാബു വൈലത്തൂർ നിരവധി നാടകങ്ങൾക്ക് സംവിധാനമൊരുക്കിയിട്ടുണ്ട്. അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്ത കലാകാരന്മാർക്ക് നൽകി വരുന്ന TN നമ്പൂതിരി സ്മാരക അവാർഡ് ഈ വർഷത്തിൽ പ്രശസ്ത നാടക പ്രവർത്തകൻ ബാബു വൈലത്തൂരിന് നൽകാൻ E ബാലഗംഗാധരൻ, K ശ്രീകുമാർ, TK സുധീഷ്, അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ എന്നിവരടങ്ങിയ TN സ്മാരക അവാർഡ് നിർണയ സമിതിയാണ് ഐക്യകണ്ഠേന തീരുമാനിച്ചത്. മലയാള നാടകവേദിയിൽ ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കം കുറിക്കുന്ന K ദാമോദരൻ എഴുതിയ പാട്ടബാക്കി എന്ന രാഷ്ട്രീയ പ്രചരണ നാടകം വീണ്ടും രംഗത്ത് അവതരിപ്പിച്ച് ബാബു പരിചയപ്പെടുത്തിയത് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമാണെന്ന് സമിതി വിലയിരുത്തി. ഈ കാലഘട്ടത്തിൽ മലയാള നാടകവേദിയെ സജീവവും ജനപ്രിയമാക്കി മാറ്റുന്നതിലും വലിയ സേവനമാണ് ബാബുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്നും സമിതി അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റ് കൺവെൻഷൻ സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് VR അബി അധ്യക്ഷനായി. CV ഹാളിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി CG ജോബ്രാജ്, നോർത്ത് യൂണിറ്റ് സെക്രട്ടറി ഡെന്നി ജോബ്, സെന്റർ യൂണിറ്റ് സെക്രട്ടറി മൊയ്തുണ്ണി, സാംസ്കാരിക വേദി കൺവീനർ TC ഗീവർഗീസ്, ലൂസി CD, CC ജെയിംസ്, പ്രൊഫസർ ശങ്കരനുണ്ണി, VT ശ്രീധരൻ, MC അമ്മിണി എന്നിവർ സംസാരിച്ചു. പുതിയ മെമ്പർമാർക്ക് സ്വീകരണവും നൽകി. യോഗത്തിന് യൂണിറ്റ് സെക്രട്ടറി T രാജഗോപാൽ സ്വാഗതവും ട്രഷറർ TA പ്രേമരാജൻ നന്ദിയും പറഞ്ഞു. ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശമ്പളം തന്നിരുന്നു, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത്രയധികം പെൻഷൻ കൊടുക്കുന്നത്? പെൻഷൻ കൊടുക്കണമെന്ന് പറയില്ല, ഇത്രയധികം കൊടുക്കുന്നത്. ഇതിനേക്കാൾ പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിരവധി ജീവിക്കുന്ന ഈ സമൂഹത്തിൽ വലിയ ഒരു പെൻഷൻ പറ്റി ഇവരെല്ലാം നാടിന് കുടിക്കുകയാണ് എന്നുള്ള വലിയ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ. നമ്മൾ ആ പ്രചരണത്തെ ഒന്ന് പരിശോധിക്കണ്ടേ? ആ പ്രചരണത്തിൽ വല്ല കഴമ്പുകളുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ?
ട്രാഫിക് സിഗ്നലിന് മുകളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡ് യാത്രികർക്ക് ഭീഷണിയാകുന്നു. ചൂണ്ടൽ സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള ട്രാഫിക് സിഗ്നലിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡാണ് യാത്രികർക്ക് ഭീഷണിയായി മാറിയിട്ടുള്ളത്. കനത്ത മഴയും ശക്തമായ കാറ്റും മൂലം ബോർഡ് ഏത് സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. സ്വകാര്യ പരസ്യ ഏജൻസി സ്ഥാപിച്ച പരസ്യ ബോർഡാണ് അപകടസ്ഥിതിയിലുള്ളത്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളും നൂറുകണക്കിന് കാൽനടയാത്രികരും കടന്നുപോകുന്ന പാതയിലാണ് അപകടം വിതയ്ക്കുന്ന ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. ബോർഡിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് പോലീസ്, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് വകുപ്പ് എന്നിവരെ പ്രദേശവാസികൾ വിവരമറിയിച്ചു. ഇതനുസരിച്ച് കുന്നംകുളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും ബോർഡ് അഴിച്ചുമാറ്റാൻ ഉയരമുള്ള കോണിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയായിരുന്നുവെന്ന് ചൂണ്ടൽ സെന്ററിലെ ഓട്ടോ തൊഴിലാളിയായ ഷാജി പറഞ്ഞു. ഇവിടെ സിഗ്നലിന്റെ മേലുള്ള ബോർഡ് കാറ്റിട്ട് 2 പ്രാവശ്യം തിരിഞ്ഞു പോയപ്പോൾ ഞാൻ പോലീസ് വന്നു. അവർക്ക് ഹൈറ്റുള്ള ഒരു കോണിയില്ലാന്നുണ്ട് അവർ തിരിച്ചു പോയത്. ഇത് തലയ്ക്ക് മേലെ വലിയൊരു ബോംബാണ്. ഇനി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴി കൂടെ പോകുന്ന യാത്രക്കാരോ അല്ലെങ്കിൽ കാറുകാരോ നെറ്റിക്ക് വീണ വലിയൊരു അപകടം സംഭവിക്കും. അപ്പൊ അത് അധികൃതരെ നമ്മൾ അറിയിച്ചു. അവർ വേണ്ട നടപടി സ്വീകരിക്കുക. അപ്പൊ അത് അധികൃതരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ മീഡിയ വഴി കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് വേണ്ട നടപടി എടുക്കണമെന്ന് വിശദമായി അഭ്യർത്ഥിക്കുന്നു. പോലീസോ പൊതുമരാമത്ത് അധികൃതരോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ശക്തമായ കാറ്റിൽ ബോർഡ് പൊട്ടിവീണ് അപകടം സംഭവിക്കുന്നതിന് മുൻപായി തന്നെ അഴിച്ചുമാറ്റാനായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകണം. പാതയോരങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലും പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിലൂടെ വരുമാനമുണ്ടാക്കുന്ന സർക്കാർ വകുപ്പുകൾ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ 6 മണിക്കും 8 മണിക്കും വിശുദ്ധ കുർബാന നടന്നു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ, ഫാദർ ജിയോമോൻ കല്ലേരി എന്നിവർ കാർമ്മികരായി. 10 നടന്ന ആഘോഷമായ തിരുനാൾ റാസ കുർബാനയ്ക്ക് ഫാദർ ജോൺ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജി സക്കരപ്പറ്റിയേക്കൽ സഹകാർമ്മികനായി. ഫാദർ പോൾ മുട്ടത്ത തിരുനാൾ സന്ദേശം നൽകി. തിരുനാളിന്റെ ഭാഗമായി നടന്ന നേർച്ചകൂട്ടിൽ 15,000 പേർ പങ്കെടുത്തു. ജനറൽ കൺവീനർ KC ഡേവിസ്, കൈക്കാരന്മാരായ TS ജെയ്സൺ, MK ജോൺസൺ, TO ഷൈജു, MV ഷാൻഡോ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CCTVയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർക്ക് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. ബ്രോഡ്ബാൻഡ് വിഭാഗത്തിലെ സപ്പോർട്ട് എഞ്ചിനീയർ രാജേഷ് KK, നെറ്റ്വർക്ക് എഞ്ചിനീയർമാരായ ബിബിൻ KV, ശ്രീഷ്ണ TS, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് രജിത VR എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. CCTV ചെയർമാൻ KC ജോൺസന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, ഷാജി V ജോസ്, ജനറൽ മാനേജർ സിൻഡോ ജോസ് ചൂണ്ടൽ, ജീവനക്കാരായ ടോണി PS, രമ്യ സനിൽ, ജോസ് മാളിയേക്കൽ, ശരത് കുമാർ, VA ലിബിത, അധീന എഡ്വിൻ, ജീഷ്മ MB തുടങ്ങിയവർ സംസാരിച്ചു. CCTVയുടെ ഉപഹാരം ചെയർമാൻ KC ജോൺസൺ, MD TV ജോൺസൺ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. വിരമിക്കുന്ന ജീവനക്കാർ മറുപടി പ്രസംഗവും നടത്തി. കേരള കർഷക സംഘം കുന്നംകുളം ഏരിയ സമ്മേളനം ജൂലൈ 13, 14 തീയതികളിൽ കണ്ടാണിശ്ശേരിയിൽ നടക്കും. ഏരിയ സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം PA മുസ്തഫ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, ഉഷ പ്രഭുകുമാർ, കർഷക സംഘം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ട്രഷറർ M പീതാംബരൻ, കണ്ടാണിശ്ശേരി മേഖലാ പ്രസിഡന്റ് VV സത്യൻ, സെക്രട്ടറി VK ദാസൻ, CPIM ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് എന്നിവർ സംസാരിച്ചു. PA മുസ്തഫ ചെയർമാൻ, VK ദാസൻ കൺവീനർ, NS ധനൻ ട്രഷറർ എന്നിവർ ഭാരവാഹികളായി സംഘാടക സമിതി രൂപീകരിച്ചു. ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. ഇളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കാക്കശ്ശേരി കറുപ്പം വീട്ടിൽ അബ്ദുവിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വിറകുപുരയിൽ നിന്നാണ് 6 അടിയോളം നിറമുള്ള മൂർഖനെ കണ്ടെത്തിയത്. കാക്കശ്ശേരി പുതുനഗറിലുള്ള വീട്ടിലെ വിറകുപുരയിൽ നിന്ന് ചകിരിയെടുക്കുന്ന സമയത്താണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. വിവരം അറിഞ്ഞെത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ജനപ്രതിനിധികളായ സുരേഷ് കരുമത്തിൽ, PM അബു എന്നിവരുടെ നേതൃത്വത്തിൽ പാമ്പുപിടുത്ത വിദഗ്ധനെ വിളിച്ചുവരുത്തി. അല്പസമയത്തെ പ്രയത്നത്തിനൊടുവിൽ മൂർഖനെ പിടികൂടി. പാമ്പിനെ പിന്നീട് വനം വകുപ്പിന് കൈമാറി.
കുട്ടികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭ ലഹരിക്കെതിരെ കായിക ലഹരി വണ്ടർ ഗോൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സീനിയർ ഗ്രൗണ്ടിലെ പവലിയനിൽ നടന്ന ക്യാമ്പയിൻ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷബീർ അധ്യക്ഷത വഹിച്ചു. മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, പ്രിയ സജീഷ്, കൌൺസിലർമാരായ VK സുനിൽകുമാർ, ബിനു പ്രസാദ്, കായിക അധ്യാപകൻ ശ്രീനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കലും നടന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ കർഷക സഭ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. ജൂൺ 26, 27, 28 തീയതികളിലാണ് ചന്ത സംഘടിപ്പിച്ചിട്ടുള്ളത്. കർഷക സഭ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ഹരിത കേരളം മിഷന്റെ ഒരു തൈ നടാം പദ്ധതിയുടെ ഭാഗമായി ബലവൃക്ഷത്തൈ വിതരണം മുതിർന്ന കർഷകൻ മാധവൻ അരീക്കരയ്ക്ക് നൽകി MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, സ്ഥിരം സമിതി ചെയർമാൻമാരായ KD വിഷ്ണു, NB ജയ, TC മോഹനൻ, ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം, എളവള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP രാജു, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, കൃഷി ഓഫീസർ CR രാഗേഷ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആഷിഖ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി സെമിനാറുകൾ, കൃഷി അനുഭവ പരിപാടികൾ, കാർഷിക ഉപകരണ പ്രദർശനം, നടീൽ വസ്തുക്കളുടെ വിതരണം, ജൈവരാസവളങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, അലങ്കാര ചെടികൾ തുടങ്ങിയവയുടെ സ്റ്റാളുകൾ, കുടുംബശ്രീ ഫുഡ് കോർട്ട് തുടങ്ങിയവ കാർഷിക ചന്തയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി കൃഷിയിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം, സുരക്ഷിത പച്ചക്കറി കൃഷി, നാളികേര വികസന ബോർഡ് പദ്ധതികളും, സുരക്ഷിത തെങ്ങ് കൃഷിയും, നെൽകൃഷിയിലെ ജൈവ ജീവാണു കീടരോഗ നിയന്ത്രണ മാർഗ്ഗങ്ങൾ, പെണ്ണാരോഗ്യം ആയുർവേദത്തിൽ, പശുപരിപാലനം, ഹോമിയോപ്പതിയിൽ, കൃഷിപാഠം, കാർഷിക ക്യൂസ് തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാറുകളും, കാർഷിക നഴ്സറി, കർഷക കൂട്ടായ്മ, കലാപരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. എളവള്ളി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും, ചിറ്റാട്ടുകര എളവള്ളി സർവീസ് സഹകരണ ബാങ്കുകളും, ജലനിധി, കുടുംബശ്രീ, പാടശേഖര സമിതികൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മാറുന്ന കാലത്തെ സാങ്കേതിക വിദ്യയ്ക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ പുതിയ കൃഷിയറിവുകൾ പരിചയപ്പെടുത്തുകയും പുതിയ തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരികയുമാണ് ഞാറ്റുവേല ചന്തയിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കുന്നംകുളം, വടക്കാഞ്ചേരി താലൂക്കുകളിൽ സംസ്ഥാന തൊഴിൽ വകുപ്പ് വിവിധ കർമ്മ പരിപാടികൾ സംഘടിപ്പിച്ചു. കുന്നംകുളം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖ്, വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ UP സുമിത് എന്നിവരുടെ നേതൃത്വത്തിൽ കുന്നംകുളം, തലപ്പിള്ളി താലൂക്കുകളിലെ അതിഥി തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന വിവിധ ക്യാമ്പുകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന ലഘുലേഖകൾ വിതരണം ചെയ്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രദർശനങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും നടത്തി. ഗർഷോം എന്ന സന്നദ്ധ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന തൊഴിൽ വകുപ്പുമായി സഹകരിച്ച് കടങ്ങോട്, പഴഞ്ഞി എന്നീ പ്രദേശങ്ങളിൽ അതിഥി തൊഴിലാളികൾക്ക് മാസത്തിലൊരിക്കൽ ലഹരി വിമുക്ത കൌൺസിലിംഗ് ഉൾപ്പെടുന്ന സൗജന്യ ചികിത്സയും പുനരധിവാസം ലക്ഷ്യമാക്കി സ്കിൽ ട്രെയിനിങ്ങും നടത്തുന്നതിനുള്ള സ്ഥിര സംവിധാനം ഒരുക്കുന്നതിനും തീരുമാനിച്ചു. വിവിധയിടങ്ങളിൽ സമസ്ത സ്ഥാപക ദിനാചരണം നടന്നു. വിശദാംശങ്ങളിലേക്ക്. വടക്കേക്കാട് മേഖല ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് സെന്ററിൽ സമസ്ത മേഖലാ നേതൃത്വം അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ പതാക ഉയർത്തി. ജമിയത്തുൽ ഉലമ മേഖലാ ജോയിന്റ് സെക്രട്ടറി ഉവൈസ് സഖാഫി അഗലാട്, അബ്ദുറസാഖ് അസ്ഹരി പറയങ്ങാട്, കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി വടുതല, SYS ജനറൽ സെക്രട്ടറി ഹുസൈൻ കൊച്ചനൂർ, SSF ഡിവിഷൻ പ്രസിഡന്റ് അൻസാർ സഖാഫി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മറ്റ് ഭാരവാഹികളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. കരിക്കാട് വില്ലന്നൂർ ഹയാത്തുൽ മദ്രസയിൽ മഹല്ല് പ്രസിഡന്റ് അബൂബക്കർ ഹാജി പതാക ഉയർത്തി. മദ്രസാങ്കണത്തിൽ നടന്ന ദിനാചരണത്തിൽ മഹല്ല് ഖതീബ് മുസ്തഫ ഫൈസി മുഖ്യപ്രഭാഷണവും ആഷിഖ് യമനി പ്രാർത്ഥനയും നടത്തി. മഹല്ല് സെക്രട്ടറി കരീം, ട്രഷറർ ഹിലർ, ഉസ്മാൻ മുസ്ലിയാർ, അബ്ദുൾ ലത്തീഫ്, സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. SKSSF കടവല്ലൂർ വടക്കുമുറി യൂണിറ്റിന്റെ കീഴിൽ സൗദി SIC അൽഹസ അയൂൺ ഏരിയ പ്രസിഡന്റ് ജമാൽ കടവല്ലൂർ പതാക ഉയർത്തി. SKSSF സംസ്ഥാന കൗൺസിലറും തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായ നാസർ കടവല്ലൂർ, യൂണിറ്റ് പ്രസിഡന്റ് അബൂ താഹിർ PA, സെക്രട്ടറി മുഹമ്മദ് മുഹസിൻ MH, ജോയിന്റ് സെക്രട്ടറി ഇഹ്സാൻ MJ, റഫീഖ് കടവല്ലൂർ, അനസ് AH തുടങ്ങിയവർ പങ്കെടുത്തു. കൊരട്ടിക്കര യൂണിറ്റിൽ SKSSF സംസ്ഥാന കൗൺസിലർ ഹുസൈൻ നുജൂമി കൊരട്ടിക്കര പതാക ഉയർത്തി. SKSSF സംസ്ഥാന കൗൺസിലറും ജില്ലാ വൈസ് പ്രസിഡന്റുമായ നാസർ കടവല്ലൂർ, മേഖലാ വൈസ് പ്രസിഡന്റ് ഹഫീസ് അസ്ലം, യൂണിറ്റ് പ്രസിഡന്റ് ഹഫീസ് നാസർ ഫൈസി, യൂണിറ്റ് സെക്രട്ടറി ഹംസദ് കൊരട്ടിക്കര, അലിമോൻ കൊരട്ടിക്കര, റഫീഖ് കടവല്ലൂർ എന്നിവർ പങ്കെടുത്തു.
കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കുന്നംകുളം ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ലഹരിവിരുദ്ധ ലഘുലേഖകൾ വിതരണം ചെയ്ത് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കസ്തൂർബ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ രേണുക മേനോൻ, നഗരസഭാ കൌൺസിലർ മിഷ സെബാസ്റ്റ്യൻ, ശശിധരൻ വയലത്തൂർ, VM രാജേഷ്, രേഷ്മ സതീഷ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ EPN നമ്പീശൻ മാസ്റ്റർ അനുസ്മരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. EPN നമ്പീശൻ മാസ്റ്റർ സ്മാരക ചൈതന്യ വായനശാലയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി നിർവഹിച്ചു. വായനശാല സെക്രട്ടറി മണികണ്ഠൻ നമ്പീശൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മെമ്പർ സജിത ഉണ്ണികൃഷ്ണൻ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വായനശാല ഭാരവാഹികളായ KK വിനോദ് സ്വാഗതവും P അനീഷ് നന്ദിയും പറഞ്ഞു. വിപണി. കുന്നംകുളത്ത് നവീകരിച്ച പ്രൊഫിൻസ് റെസിഡൻഷ്യൽ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചു. 1.5 പതിറ്റാണ്ടിലേറെയായി പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെ CA, CMA, ACCA എന്നീ കോഴ്സുകളിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച സ്ഥാപനമാണ് പ്രൊഫിൻസ്. നവീകരിച്ച ക്യാമ്പസ് പ്രൊഫിൻസിന്റെ ഉദ്ഘാടനം ബ്രാൻഡ് അംബാസഡറായ വിനീത് ശ്രീനിവാസൻ നിർവഹിച്ചു. നവീകരിച്ച ക്യാമ്പസിലെ പുതിയ കമ്പ്യൂട്ടർ ലാബും ടെറഫും വിദ്യാർത്ഥികൾക്ക് തുറന്നുകൊടുത്തു. 15 വർഷക്കാലമായി പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് CA, CMA, ACCA എന്നീ കോഴ്സുകളിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച സ്ഥാപനമാണ് പ്രൊഫിൻസ്. തൃശൂർ, കുന്നംകുളം, മലപ്പുറം, പെരിന്തൽമണ്ണ, കാലിക്കറ്റ് എന്നീ 5 ബ്രാഞ്ചുകളാണ് പ്രൊഫിൻസിനുള്ളത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഫഷണൽ കോഴ്സ് കോച്ചിംഗ് സെന്ററാണ് പ്രൊഫിൻസ്. ചടങ്ങിൽ ചന്ദ്രിക ദിനപത്രം എഡ്യൂസെലുമായി സഹകരിച്ച് SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സമ്മേളനം കാന്തപുരം MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രിക ഡെയിലി റെസിഡന്റ് മാനേജർ മുനിം ഹസൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫിൻസ് കോളേജ് ഡയറക്ടർമാരായ CMA അനൂപ് NG, പ്രൊഫിൻസ് ഡയറക്ടറും ICMAI SIRC സെക്രട്ടറിയുമായ CMA CS പ്രവീൺകുമാർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. CEO IHRD ലൈഫ് കോച്ചായ മുജീബ് T കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി. ചന്ദ്രിക ഡെയിലി എഡിറ്റർ കമൽ വവടൂർ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, സംസ്ഥാന സെക്രട്ടറി V അബ്ദുറഹ്മാൻ, സെക്രട്ടറി PM സാദിഖ് അലി, ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, ജനറൽ സെക്രട്ടറി PM അമീർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പുത്തൻകടപ്പുറം HILP സ്കൂളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സുബീന അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് SI വേണുഗോപാൽ ക്ലാസിന് നേതൃത്വം നൽകി. ജിഷ മാത്യു ടീച്ചർ, വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ തയ്യൽ, കാസിം KH, MPTA പ്രസിഡന്റ് ഹസ്ന, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. രക്ഷിതാക്കൾ തയ്യാറാക്കിയ വിഭവങ്ങൾ കൊണ്ടുള്ള സൗഹൃദ ചായ സൽക്കാരവും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 115 രൂപ. ചരമം. കല്ലമ്പുറം സെന്ററിൽ പഴഞ്ഞി റോഡിൽ താമസിക്കുന്ന ചാലിശ്ശേരി സ്വദേശി ചെറുവത്തൂർ ജോർജ് നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടന്നു. ലൂസി ഭാര്യയും ആഷിഖ്, ആശ എന്നിവർ മക്കളുമാണ്. തിരുത്തിക്കാട് മാങ്ങൻ വീട്ടിൽ സൈമൺ നിര്യാതനായി. 78 വയസ്സായിരുന്നു. പരേതയായ മേരിയാണ് ഭാര്യ. ലിജി, ലൈജു എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് പോർക്കുളം സെന്റ് ആദായ് ശ്ലീഹ പള്ളിയിൽ നടക്കും. കടവല്ലൂർ ഹൈസ്കൂൾ റോഡിൽ മലങ്കര റീത്തുപള്ളിക്ക് സമീപം പുലിക്കോട്ടിൽ പരേതയായ വർഗീസ് ഭാര്യ തങ്കമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം മലബാർ സ്വതന്ത്ര സുറിയാനി സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടന്നു. പരേതരായ പ്രസന്ന, റീന എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്.
തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശികളായ രൂപേൽ, രാഹുൽ, ആലിം എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ കെട്ടിടം നിലം പതിച്ചു. കടകൾ പൂട്ടിപ്പോയതിനാൽ വലിയ അപകടം ഒഴിവായി. ആശയക്കുഴപ്പം നീങ്ങി. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി തന്നെയെന്ന് സ്ഥിരീകരിച്ച അധികൃതർ. ആശയക്കുഴപ്പമുണ്ടാക്കിയ സർക്കുലർ തൃശൂർ ഡിഇഒ പിൻവലിച്ചു. മാർ തോമസ് ലീഹായാൽ സ്ഥാപിതമായ പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ ദുക്രാന തിരുനാൾ ജൂലൈ 3-നും തർപ്പണ തിരുനാൾ ജൂലൈ 12, 13 തീയതികളിലും ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വിദ്യാർത്ഥികളില്ലാതെ പ്രവർത്തനം പ്രതിസന്ധിയിലായ കടവല്ലൂർ പഞ്ചായത്തിലെ അറയ്ക്കൽ MUM-LP സ്കൂളിന്റെ പ്രവർത്തന പുനരാരംഭത്തിന് നടപടികൾ തുടങ്ങി. പഞ്ചായത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് തുടർ നീക്കങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.